ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിന്, പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്ക് ഒരു കാലത്തും വിസ്മരിക്കാനാകാത്ത ഒരു കലാകാരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണിത്. സിനിമയിൽ പകരം പറയാനില്ലാത്ത പ്രതിഭാശാലിയായ ക്യാമറാമാൻ ജെ വില്യംസിന്റെ ശവകുടീരം. ക്യാമറാമാനായും സംവിധായകനായും നിർമ്മാതാവുമൊക്കെയായി മലയാളത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ആ കലാകാരനെ ഓർമ്മിക്കുന്നില്ലേ? കലാരംഗത്തും ജീവിതത്തിലും സാഹസികത മുഖമുദ്രയായി കൊണ്ടുനടന്ന ആ മനുഷ്യന്റെ വിധവയാണിത്. ഇത് ശാന്തി വില്യംസ്, ജീവിതം സിനിമയ്ക്ക് തീരെഴുതി കൊടുത്ത വില്യംസിന്റെ സഹധർമ്മിണി. അഭിനേത്രി എന്ന നിലയിൽ പ്രേക്ഷകർക്ക് ഏറെ പരിചിതമാണ് ഈ സ്ത്രീമുഖം. വ്യക്തിജീവിതത്തിൽ ഇപ്പോൾ എന്താണ് ശാന്തി വില്യംസ് അറിയുമോ? തീരാവേദനകളുടെ കൂട്ടുകാരി. കേൾക്കണ്ടേ ഇവരുടെ കഥ? അച്ഛൻ്റെ നാട് കണ്ണൂരായിരുന്നു. പക്ഷേ അച്ഛൻ ജോലി സംബന്ധിച്ച് അച്ഛൻ വന്നിട്ട് ചെന്നൈയിൽ വന്ന് സെറ്റിലായി. ഞാൻ ജനിച്ചത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ നിന്ന് അച്ഛനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെന്നൈ വന്ന് ഇവിടെ തന്നെയായിരുന്നു. ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ചെന്നൈയിലാണ്. പിന്നെ ഷൂട്ടിംഗ് സംബന്ധിച്ച് ഞാനിപ്പോൾ മലയാളം സീരിയലൊക്കെ ചെയ്യുമ്പോൾ നാട്ടിൽ തൃശ്ശൂരോ അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കാറുണ്ട്. അഭിനയം എന്തെന്നറിയാത്ത പ്രായത്തിൽ മൂവി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു തുടങ്ങിയതാണ് ശാന്തി. ആദ്യ അവസരത്തിൽ തന്നെ ബാലതാരം ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്തു. പിന്നെ ഒന്നിനു പിറകെ ഒന്നായി കൊച്ചു കലാകാരിയെ തേടി സിനിമകൾ വന്നുകൊണ്ടിരുന്നു. ക്രിസ്തുകാലം കൊണ്ട് തന്നെ ശാന്തി താരപരിവേഷമുള്ള നടിയായി വളർന്നു. 12 വയസ്സുള്ളപ്പോൾ രാമുക്കാരേട്ട് സാറ് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തായിരുന്നു ഓഫീസ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ഫിലിമിന് വേണ്ടി ചോദിച്ചു. അച്ഛൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, നിങ്ങളെ മകളെ അങ്ങനെ അഭിനയിപ്പിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ എനിക്ക് പെട്ടെന്ന് ചോദിച്ചപ്പോൾ ചെറിയ കുട്ടിയല്ല, എനിക്ക് അത്ര വലിയൊരു ഇതില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല, ട്രൈ ചെയ്ത് നോക്കാം അമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ അത് ആ ഡോക്യുമെൻ്ററി ഫിലിം പോയി ചെയ്തു. ഞാൻ ഒരു ട്രൈബ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ എൻ്റെ വയസ്സിനും ആ ക്യാരക്ടറിനും യാതൊരു ഹീറോയിൻ ക്യാരക്ടറായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അത് ചെയ്തു. എങ്ങനെയൊക്കെയോ കളിച്ചുകൊണ്ടും പാട്ട് പാടിക്കൊണ്ടും ചിരിച്ചുകൊണ്ടൊക്കെ ആ ക്യാരക്ടർ അങ്ങ് ചെയ്തു ഞാൻ. പിന്നെ അതിന് ആ ഡോക്യുമെൻ്ററി ഫിലിമിന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി. AB രാജു സാറുണ്ടല്ലോ, ആ സാറിൻ്റെ നർത്തനശാല എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തു. പിന്നെ ഒരു സെക്കൻഡ് ഹീറോയിൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിരുന്നു ഞാൻ. ഒരു 16 ഇയേഴ്സ് വരെ അങ്ങനെ മലയാളം മൂവി പടങ്ങളൊക്കെ ചെയ്തു. മലയാളത്തിൽ അഭിനയിച്ചു തെളിഞ്ഞതോടെ തമിഴ് സിനിമാ ലോകവും ഈ നടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഏത് വേഷവും അണിയാനും തന്റെ കഥാപാത്രങ്ങളെ ഭാവോജ്വലമാക്കി അഭിനയിച്ച് ഫലിപ്പിക്കാനും ശാന്തിക്ക് കഴിഞ്ഞിരുന്നു. മലയാളത്തിലും തമിഴിലുമായി തിരക്കു പിടിച്ച അഭിനയകാലത്തിനിടയിലായിരുന്നു ഇവരുടെ വിവാഹം. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് അകന്നു കഴിയാനായിരുന്നു പിന്നീട് ശാന്തിയുടെ വിധി. 79 നെഞ്ചത്തേക്കില്ലാതെ എന്ന് പറഞ്ഞ് ഡയറക്ടർ മഹേന്ദ്രൻ്റെ പടം ഒന്ന് ചെയ്തു. കല്യാണത്തിന് മുമ്പ് ലാസ്റ്റ് പടം അതായിരുന്നു ഞാൻ ചെയ്തത്. പിന്നെ അതിൽ ഭയങ്കര പേരുണ്ടായിരുന്ന ഒത്തിരി പടങ്ങൾ വന്നു. പക്ഷേ ഹസ്ബൻഡ് അത് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. വേണ്ട, ഇനി സിനിമയൊന്നും വേണ്ട, അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. സിനിമയിൽ പ്രവർത്തിക്കുന്ന പുരുഷനും സ്ത്രീയും പ്രണയിച്ച് വിവാഹം കഴിച്ച കഥകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ശാന്തിയുടെയും വില്യംസിന്റെയും വിവാഹ കഥ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഒരു സിനിമാ കഥയ്ക്കും അപ്പുറമാണ് ഇവരുടെ കല്യാണ കഥ. പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു മിസ്റ്റർ മൈക്കിൾ പടത്തിന് വേണ്ടിയിട്ട് വന്ന് ചോദിച്ചപ്പോൾ ക്യാരക്ടർ ഒരു ദിവസത്തെ വർക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു, ഇല്ല അത് വേണ്ട, ശരിയാവില്ല. കാരണം ഇപ്പോൾ അവൾ നല്ല ക്യാരക്ടർ റോൾസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതിനിടയ്ക്ക് നിങ്ങളിപ്പോൾ ചെറിയ ഒരു ദിവസത്തെ വർക്കിനൊക്കെ വിളിക്കുകയാണെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അച്ഛൻ അങ്ങനെ പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ അടുത്ത് കുറേ കോംപ്രമൈസ് ചെയ്തു വില്ലേട്ടൻ. ഇല്ല, ഇത് മതി, അത് നല്ല ക്യാരക്ടറാണ്, നല്ല റീച്ച് ആവുന്ന ഒരു ക്യാരക്ടറാണ്, അത് ഒരു ദിവസം ആയാലും നല്ലതായിരിക്കും, നിങ്ങൾ ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഈ ജേർണലിസം പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നായിരുന്നു എനിക്ക് അപ്പോയിൻമെൻറ്റ്. ഈവനിങ് 6 o'clock എൻ്റെ ഒരു മീറ്റിങ്ങിന് വേണം പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജേർണലിസം പഠിക്കണം, അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം 6 മണിക്ക് പോകണം, എന്നെ 5 മണിയാകുമ്പോൾ എന്നെ വിടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ജേർണലിസം പഠിക്കാൻ, സിനിമയിൽ അഭിനയിച്ചിരുന്നതിന് ജേർണലിസം പഠിക്കാൻ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇയാളെന്തിനാ എന്നോട് ഈ തർക്കുത്തരമൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചു. പിന്നെ ശരി 6 മണിക്ക് വിട്ടേക്കാന്ന് പറഞ്ഞു. 6 മണിയായി 6:30 എന്നെ വിടുന്നില്ല.
അവിടെ മീറ്റിങ്ങും തുടങ്ങി. എനിക്ക് പോകാൻ എനിക്ക് ഭയങ്കര ദേഷ്യമായി. പിന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇതുമാതിരി ഒരു ഇതിന് വേണ്ടിയിട്ട് വെറുതെ കൊണ്ടുവന്ന് എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്നെ വിടാൻ പറ വേഗം, അച്ഛാ എന്നെ വേഗം വിടാൻ പറ, എനിക്ക് പോകണം, മീറ്റിങ്ങിന് പോകണമെന്നും പറഞ്ഞു. അപ്പോൾ ഇല്ല പറ്റില്ല, എനിക്ക് എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടേ എനിക്ക് വിടാൻ പറ്റുമെന്നും പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോണ്ട് ഒരാളുണ്ട് ക്രെയിനിൻ്റെ മുകളിലിരിക്കണം. ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ ക്യാമറാമാൻ അല്ലേ, ഇങ്ങനെ എന്തിനാ ഈ ക്രെയിനിൻ്റെ മുകളിൽ കയറിയിരിക്കണം എന്ന് ചോദിച്ചു. ഇല്ല, എപ്പോഴും ഭക്ഷണം കഴിച്ചോ, ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഊണൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ഊണ് കഴിക്കുന്ന സ്വഭാവമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ എങ്ങനെയാണ് ഈ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വില്ലേട്ടൻ വേറെ ഒരു മനപ്രയാസത്തിലിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ വില്ലേട്ടൻ എന്നോടെന്തോ ഒരു കാര്യമായിട്ടൊരു സ്നേഹം തോന്നിയെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ദിവസം എന്നോട് നേരിട്ട് ചോദിച്ചു, എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങളെപ്പോലെ ഒരാളെ എനിക്ക് കല്യാണമൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നേരെ അച്ഛനോട് ചെന്ന് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് അവളെ കല്യാണം കഴിക്കണം, നിങ്ങൾ വന്നിട്ട് എങ്ങനെയെങ്കിലും അവളെ സമ്മതിപ്പിക്കണം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പാംഗ്രോയിലായിരുന്നു താമസം. പാംഗ്രോയുടെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഞാൻ സൂസൈഡ് ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ് ഞങ്ങളെ വീട്ടിലെ നമ്പർ കൊടുത്തിട്ട് ആ മാനേജറെ കൊണ്ട് വിളിപ്പിച്ചു. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ ഒരാൾ ക്യാമറാമാൻ വില്യംസ് എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുകളിൽ കയറിയിട്ട് താഴെ ചാടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, സൂസൈഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു, നിങ്ങൾ മോളെ കല്യാണം കഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഉടനെ ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് അച്ഛൻ ഓടി കാർ എടുത്തിട്ട്, ഞാൻ പോയി ഞാൻ പറഞ്ഞു അയാൾ ചത്താ ചാവട്ടെ, ഇനി അയാൾ ഇതും പറഞ്ഞിട്ട് എന്നെ കല്യാണം കഴിക്കാൻ പ്ലാനാണെങ്കിൽ അയാൾ ചത്താ ചാവട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ അവിടെ ഇരുന്ന. അച്ഛൻ കാറെടുത്ത് നേരെ പോയിട്ട് വില്ലി നീ താഴെ ഇറങ്ങുക, എന്തിനാ നീ കുരുത്തക്കിടൊക്കെ കാണിക്കുന്നത്, ഏതായാലും അവൾ സമ്മതിച്ചാലല്ല നീ ആവശ്യമില്ല, നിൻ്റെ ജീവൻ കളയണ്ട, നീ താഴെ. ഇല്ല അവൾ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ താഴെ. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ഒന്ന് ഇപ്പം ശരിയെന്ന് പറ, അതിന് ശേഷം ഞാൻ വേണമെങ്കിൽ ഞാൻ അവനോട് സംസാരിച്ചിട്ട് നമുക്ക് ശരിയാക്കാമെന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ സമ്മതിക്കാം, പക്ഷെ പിന്നെ അയാളെ കല്യാണമൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, ശരി അത് നമുക്ക് നോക്കാം മോളെ, നീ ഇപ്പോഴത്തേക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു. ഫോണിലെടുത്തിട്ട് ശരി നിങ്ങളെ കല്യാണം കഴിച്ചോളാമെന്ന് സമ്മതിച്ചു. ഇതങ്ങ് പിടിച്ചിട്ട് പിന്നെ ദിവസം വീട്ടിലേക്ക് വരും പോവും, ഞാൻ മിണ്ടൂല. ഇങ്ങനെ കാണുമ്പോൾ ഞാൻ മോൻ തിരിച്ചങ്ങ് പോകും. ഞാൻ പറഞ്ഞു, ഇയാൾ ഈ അഴുക്ക് പാൻറ്റും ഒരു അഴുക്ക് ജീൻസും ഇതിട്ടിട്ട് വരുന്നു, എത്ര ദിവസമായെന്നറിയില്ല ഇയാൾ കുളിച്ചിട്ട്, എപ്പോൾ നോക്കിയാലും വായിൽ ഒരു സിഗരറ്റ് എടുത്ത് അടുത്ത സിഗരറ്റ് റെഡി ആയിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാളെ ഒന്നും ഞാൻ കെട്ടില്ല, എനിക്ക് ഇയാളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സംസാരിച്ച് പിന്നെ എനിക്കെന്തോ ഒരു മനസ്സിനൊരു ഇത് തോന്നി, അങ്ങേരുടെ പാസ്റ്റ് ലൈഫ് കുറച്ച് വളരെ ഇതായിരുന്നു. ഓൾറെഡി കല്യാണം കഴിഞ്ഞു, ആ വൈഫ് വിട്ടിട്ട് പോയി, അതിൽ ഭയങ്കര മനപ്രയാസമൊക്കെ ആയിട്ട് അങ്ങനെ കൈയൊക്കെ മുറിച്ചു, വെയിനൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ എവിടെയോ മുറി കിടക്കുമ്പോൾ അസനിക്ക, ആരിഫ പ്രൊഡക്ഷൻസിൻ്റെ അസനിക്കയാണ് നോക്കിയിട്ട് അവരെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരെ വീട്ടിൽ താമസിപ്പിച്ച്. അതിനുശേഷമാണ് ബെൻസുദാസ് എന്ന് പറഞ്ഞ പടം എടുത്തത്, മമ്മൂട്ടിയുടെ ഫസ്റ്റ് ഹീറോ ആയിട്ട് അഭിനയിച്ച പടം. ആ പടം എടുത്തു. ആ പടത്തിന് ശേഷം അവിടെ ആ വീട്ടിലിരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പടം തുടങ്ങിയത്, മിസ്റ്റർ മൈക്കിൾ. അപ്പോഴാണ് എന്നെ അസനിക്ക വന്ന് പറഞ്ഞു, ശരി പോട്ടെ മോളെ, നീ അവനെ കല്യാണം കഴിച്ചു, അവൻ നന്നായിട്ട് വെച്ച് നിന്നെ നോക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് അവസാനം വരെ താല്പര്യമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണമായിരുന്നു. പക്ഷെ അച്ഛനൊക്കെ ഇഷ്ടപ്പെട്ടു, കാരണം വലിയൊരു ടെക്നീഷ്യനാണ്, അയാളെപ്പോലെ ഒരു ക്യാമറാമാൻ എവിടെയും ഉണ്ടാവില്ല, അത്രയും റിസ്ക് വർക്ക് എടുക്കുന്ന ഒരാളാണ്, പേരുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം നന്നായിട്ട് നോക്കും, നിന്നെ നന്നായിട്ട് നോക്കും. പിന്നെ ഒരു മനസ്സായിട്ട് ഞാൻ പിന്നെ ശരിയെന്ന് പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്.